എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2025-26 അധ്യയന വർഷത്തെ ഡിഗ്രി പ്രവേശന FIUGP FIIMP ഒന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ സ്റ്റാറ്റസ് അറിഞ്ഞിട്ടുണ്ടാകും. അഥവാ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുക. ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നമുക്ക് നോക്കാം. 2025-26 അധ്യയന വർഷത്തെ ബിരുദ FIUGP FIIMP പ്രവേശനത്തിനുള്ള ഒന്നാം അലോട്ട്മെൻറ്റ് admission.kannur-university.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് തങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അത് യൂണിവേഴ്സിറ്റി ആദ്യമേ പറഞ്ഞ കാര്യം, നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂൺ 21 തീയതികളിൽ അഡ്മിഷൻ ഫീ ഓൺലൈനായി അടയ്ക്കേണ്ടത്. ജൂൺ 21 മുമ്പ്, അതായത് 21/6/2020 ജൂൺ 21 മുമ്പ് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. നാളെ രാവിലെ, അതായത് ജൂൺ മാസം 19 രാവിലെ 11 മണി മുതലാണ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള വിൻഡോ ഓപ്പണായി വരിക. ജൂൺ മാസം 21 തീയതി വരെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാം. SBI പേ വഴി മാത്രമേ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. SBIയുടെ ഈ പേയ്മെൻറ്റ് വഴി മാത്രമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പേയ്മെൻറ്റ് നിർബന്ധമായും അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനത്തിനായി ഹാജരാകേണ്ടതില്ല. ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ എന്ത് ചെയ്യേണ്ട? പ്രവേശനത്തിന് ഹാജരാകേണ്ടതില്ല. മറ്റ് രീതികളിൽ ഫീസ് അടച്ചാൽ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഫീസ് അടയ്ക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുകയും ചെയ്യും. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കോളേജിൽ പോകേണ്ട. സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. അന്നേരമാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിർബന്ധമായും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. ലഭിക്കാത്ത പക്ഷം ലഭിച്ച സീറ്റ് നഷ്ടമാകുമെന്നുള്ളത് മാത്രമല്ല, തുടർന്നുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിൽ നിങ്ങളെ പരിഗണിക്കുകയുമില്ല. എത്ര ഫീയാന്ന് നോക്കാം. ജനറൽ കാറ്റഗറിക്ക് 990 രൂപ. ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 990 രൂപയാണ് യൂണിവേഴ്സിറ്റി ഫീ. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിക്ക് 925 രൂപ. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിനികൾക്ക് 925 രൂപയാണ് അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പേ ഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫീസ് അടയ്ക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് വിവരങ്ങൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് നാളെ രാവിലെ 11 മണി മുതൽ ജൂൺ 19 രാവിലെ 11 മണി മുതൽ നിങ്ങൾക്ക് ജൂൺ 21 വരെ ഫീസുകൾ അടയ്ക്കാം. ഫീസ് അടച്ചതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ അത് വന്നു എന്ന്, പ്രൊഫൈലിൽ കൺഫർമേഷൻ ആയെന്ന് ഉറപ്പുവരുത്തേണ്ടതാണെന്നുള്ളത് ശ്രദ്ധിക്കാം. അഡ്മിഷൻ ഫീസ് ഒടുക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യും. അഡ്മിഷൻ ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ റദ്ദ് ചെയ്യുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. അഡ്മിഷൻ ഫീസ് ഒടുക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതാണ്. ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. അത് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിർബന്ധമായി ഫീസ് അടയ്ക്കണം. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 925 രൂപയും ജനറൽ വിദ്യാർത്ഥികളാണെങ്കിൽ 990 രൂപയും അടയ്ക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കിട്ടിയ സീറ്റ് നഷ്ടമാകും. തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കില്ല. തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരല്ല എങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനായി അഡീഷണൽ ഫീസ് യഥാസമയം അടയ്ക്കേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ നിങ്ങൾ സംതൃപ്തരല്ല എങ്കിൽ
അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതിന് അഡീഷണൽ ഫീസ് അഡീഷണൽ അഡ്മിഷൻ ഫീസ് നിങ്ങൾ അതിനായി നിങ്ങൾ അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. അഡ്മിഷൻ ഫീ എന്ന് പറഞ്ഞാൽ ഈ മാനറ്ററി ഫീ തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ഈ മാനറ്ററി ഫീ അടച്ചിട്ട് നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് പോവില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് അത് തന്നെ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഒന്നാം അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിച്ചെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടച്ച് ഹയർ ഓപ്ഷൻസ് നിലനിർത്താം, ലഭിച്ച ഓപ്ഷനിൽ സംതൃപ്തരല്ലെങ്കിൽ. അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരാണെങ്കിൽ അഡീഷണൽ ഫീസ് ഒടുക്കിയ ശേഷം ഹയർ ഓപ്ഷനുകൾ ജൂൺ 21 തീയതിക്കകം നീക്കം ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ നിങ്ങൾ അഡീഷണൽ ഫീസ് വേറെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരല്ല എങ്കിൽ നിങ്ങൾ അഡീഷണൽ ഫീ അടച്ച് ഹയർ ഓപ്ഷൻ നിലനിർത്തണം. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾ അഡീഷണൽ ഫീസ് അടച്ച് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ ഹയർ ഓപ്ഷൻസുകൾ നീക്കം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം സ്വന്തം ഇഷ്ടമനുസരിച്ച് റദ്ദ് ചെയ്ത ഹയർ ഓപ്ഷനുകൾ ഒരു കാരണവശാലും പിന്നീട് പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നതല്ല. അതായത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം റിമൂവ് ചെയ്യുന്ന ഓപ്ഷനുകൾ ഒരു കാരണവശാലും പിന്നീട് എന്ത് ചെയ്യില്ല, കൂട്ടിച്ചേർക്കുകയില്ല. അതായത് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, യൂണിവേഴ്സിറ്റി പിന്നീട് അത് കൂട്ടിച്ചേർക്കുകയില്ല, നിങ്ങൾക്കതിനുള്ള അവസരം തരുന്നതുമല്ല. ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്താൽ ക്യാൻസൽ ചെയ്തതാണ്, പിന്നീട് നിങ്ങൾക്കത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതും അവർ പുതിയ അലോട്ട്മെൻറ്റിൽ നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. നിങ്ങളിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചു, 4 ഓപ്ഷൻ നിങ്ങൾ അവിടെ വെച്ചു, നിങ്ങൾക്ക് ബാക്കിയുള്ള 4 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിച്ചു. അങ്ങനെയെങ്കിൽ പുതിയ ഓപ്ഷനുകളിലേക്ക് നിർബന്ധമായും പോകണം. അതായത് ഹയർ ഓപ്ഷൻ ഇപ്പം 1ാം അലോട്ട്മെൻറ്റിൽ ലഭിച്ചതിന് കഴിഞ്ഞു ഹയർ ഓപ്ഷൻസ് 2ാം അലോട്ട്മെൻറ്റിൽ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷനിലേക്ക് മാറേണ്ടതാണെന്നുള്ളത് അർത്ഥം. 2ാം അലോട്ട്മെൻറ്റ് ജൂൺ 23-ന് 2ാം അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. ജൂൺ 23-ന് 23-ാം തീയതി 2ാം അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നത് മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ അഗ്രിഗേഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.